കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സഭയിലായിരിക്കാൻ തക്കണം, ദൈവമക്കളോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ തക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല സമയത്ത് ഞാൻ ദൈവത്തിനോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം ആയിരുന്ന മേഖലയെല്ലാം കർത്താവ് എന്നെ കാത്തു പരിപാലിച്ചു. ഞാൻ ഡൽഹിയുടെ പ്രദേശത്തായിരുന്നു ജോലിയോടുള്ള ബന്ധത്തിൽ. അതെൻ്റെ ഫീൽഡായിരുന്നില്ല, എന്നാലും ദൈവം അത്ഭുതകരമായിട്ട് നാട്ടിലൊരു ജോലി തരുവാൻ ഇടയായി തീർന്നു. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഫീൽഡിലേക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. എങ്കിലും ദൈവം, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ദൈവം തന്നെ എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ജോലിയാണെന്ന്. കാരണം എനിക്ക് ഇങ്ങോട്ട് കമ്പനിയിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് വിളിക്കാനായിട്ട് ഇടയായി തീർന്നത് എൻ്റെ ഒരു സുഹൃത്ത് വഴി അവർക്ക് റെഫറൻസ് കിട്ടിയതാണ്. അവർ വിളിച്ചു, അവരെൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല, എന്നാ ജോയിൻ ചെയ്യാൻ പറ്റാന്ന് മാത്രമേ ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി, ഈ ജോലി എടുക്കണോ വേണ്ടയോ എന്ന്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെ ഒരു വചനം എനിക്ക് കിട്ടി. ദൈവം എല്ലാം കർത്താവിൻ്റെ സമയത്ത് സകലവും നല്ലതിനായിട്ട് നന്മയ്ക്കായി നല്ലതിനായിട്ട് ചെയ്യുന്നു, കർത്താവിന്റെ സമയത്തിലെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇങ്ങനെ വചനം ഞാൻ ഒരു നോട്ട് ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനിങ്ങനെ ഫോൺ നോക്കിയപ്പോൾ അതെന്നോട് വളരെ ശക്തമായിട്ട് ഇടപെടുകയും പിന്നെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ജോലി വിട്ട് പിന്നെ മുംബൈയിലാണ് കമ്പനി, അവിടെ പോകാനൊക്കെ ഇടയായി തീർന്നു. കമ്പനി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. നാട്ടിലേക്കുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെയാണ് ചെയ്തത്. അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് എന്ന പോലെ ദൈവം ഒരുക്കുവാൻ നമ്മളോടിയായി തീർന്നു. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ദൈവമക്കളെ എല്ലാവരും അടിയോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനും ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അധികം പ്രിപ്പറേഷനോട് കൂടിയല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയം ആസ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ പാതപീഠത്തിലേക്ക് കർത്താവെ അടിയങ്ങൾ അടുത്ത് വരുന്ന കർത്താവെ, അങ്ങയുടെ വചനത്തിൽ നിന്ന് കർത്താവെ ശ്രവിക്കുവാൻ തൊക്കണം കർത്താവെ, അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിനെ അടിയങ്ങൾ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വചനം വേണ്ടുന്ന പോലെ പറയുവാൻ തൊക്കണമുള്ള പ്രാഗൽഭ്യം കർത്താവെ, ബുദ്ധി പരിജ്ഞാനം കർത്താവിനെ തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന സങ്കീർത്തനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അടിയങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ തൊക്കണം കർത്താവിനെ സഹായിക്കണം. പ്രാർത്ഥന അതിന് കിട്ടണേ, സ്തോത്രം അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. എല്ലാ യേശുവിനും പ്രാർത്ഥനയും നമുക്ക് ഈ സങ്കീർത്തനം 150 വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ഇവിടെ കർത്താവിനെ സ്തുതിപ്പിൻ എന്നുള്ളൊരു ആഹ്വാനമാണ് സങ്കീർത്തനക്കാരൻ നമുക്ക് തരുന്നത്. നമ്മള് വചനം പഠിക്കുമ്പോൾ അറിയാം, കർത്താവ് സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. കർത്താവ് തന്റെ രക്തത്താലെ വീണ്ടെടുത്ത ദൈവജനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? എന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന വൻ കാര്യങ്ങളെ അവരെന്ത് ചെയ്യരുത്, നന്ദിയുള്ളവരായിക്കൊണ്ട് അവര് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്ന് ദൈവം സ്തുതി സ്തോത്രയാഗങ്ങളെ ഇടപെടാതെ അർപ്പിക്കണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ അവസാനത്തെ വാക്കിലേക്ക് ആ ഒരു വാക്യം ഞാൻ എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 6ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയാണ്, ജീവനുള്ളതെല്ലാം എന്ത് ചെയ്യണം? യഹോവയെ സ്തുതിക്കണം. നമ്മളൊരു ആത്മീകമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അതിനെ ചിന്തിക്കുകയാണെങ്കിൽ, ആത്മീകമായിട്ട് ജീവനിൽ ജീവിക്കുന്നവർ, ജീവനുള്ളവർ, ജീവൻ പ്രാപിച്ചവർ എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകത്തില് വെളിപ്പാട് 3:3 1ഉം 2ഉം വായിക്കാം. സത്യത്തിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല.
ഇവിടെ സർദീസിലെ സഭയുടെ ദൂതന് അല്ലെങ്കിൽ സർദീസിലെ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. പ്രൈസ് ലോർഡ്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ജീവനുള്ള എല്ലാം എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കണം. അപ്പൊ ഇത് നമ്മള് ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കറിയാം ദൈവത്തിന്റെ വചനം, കർത്താവ് പറയുന്നു, അവർ അതരം കൊണ്ട് തന്നെ മഹത്വപ്പെടുത്തുന്നു എങ്കിൽ അവരുടെ മനസ്സ്, ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വെറുതെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അതരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും. പക്ഷേ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഹൃദയത്തിൽ നിന്ന്, മറ്റുള്ളവരെ ആരെയും കാണിക്കാനോ ഒന്നിനുമല്ല, പക്ഷെ ഹൃദയത്തിൽ നിന്ന് കർത്താവിന് എപ്പോഴും എന്ത് ചെയ്യണം? സ്തുതി എന്ന അല്ലെങ്കിൽ സ്തോത്രം എന്ന യാഗം നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, യഹോവ എന്ത് ചെയ്യാണ്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പരിശുദ്ധാത്മാവ് സഭയോട് പറയുകയാണ്. നമ്മളുടെ പ്രവൃത്തികളെല്ലാം കർത്താവിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുകയാണ്. അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ള ഒരു കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു സ്തോത്രം പറയുകയാണെങ്കിൽ, ആൾക്കൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഏത് മനസ്സോടു കൂടെയാണെന്ന് കർത്താവിന് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രതിഫലം കർത്താവ് തരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലേ? കർത്താവിന്റെ വചനം പറയുന്നു എന്താണ്? നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് എന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യണം. മനസ്സോടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും നമുക്ക്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിന്റെ പ്രവൃത്തി എന്താണെന്ന് ഞാൻ അറിയുന്നു. നീ എങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കുന്നത്, അല്ലെങ്കിൽ നീ എങ്ങനെയാണ് ദൈവസഭയില് വരുന്നത്, നീ എങ്ങനെയാണ് നിന്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പരിശുദ്ധാത്മാവ് അറിയുന്നു. എന്നിട്ടാണ് അതിന്റെ ബേസിലാണ് പിന്നെ പറയുന്നത്, ഹൃദയങ്ങളെ അല്ലെങ്കിൽ പ്രവൃത്തികളെ ശോധന ചെയ്തിട്ട്, നമ്മുടെ മനോഭാവങ്ങളെ ശോധന ചെയ്തിട്ട് ആണ് പിന്നെ സഭയോട് പറയുന്നത്, ജീവൻ ഉണ്ടെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ എന്താണ്? മരിച്ചവനാണ്. അതായത് മരിച്ചവരുടെ അല്ലെങ്കിൽ മരിച്ച അവസ്ഥയിലുള്ളവരുടെ സ്തുതി ഒന്നും എന്ത് ചെയ്യുന്നില്ല? സ്വർഗത്തിലേക്ക് എത്തത്തില്ല. ദൈവത്തിന് സൗരഭ്യ വാസനയായിട്ടുള്ള യാഗമായിട്ട് അത് മാറത്തൊന്നുമില്ല. അപ്പോ നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മള് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ പരിശോധന ചെയ്യണം. നമ്മള് ആത്മീകമായിട്ടുള്ള ആ ഒരു മരണം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? ആത്മീകമായിട്ട് മരിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ അറിയാം? ലൈക് നമ്മൾ മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ആത്മീകമായിട്ട് മരിച്ചവരായിരുന്നു. അത് നമുക്ക് എഫേസ്യർ 2-ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2:1 വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. മതി. അവിടെ പറയുകയാണ്, നമ്മള് അതിക്രമങ്ങളാലും പാപങ്ങളാലും എന്ത് ചെയ്തു? മരിച്ചവരായിരുന്നു. അപ്രകാരം പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മൾ ഇന്നലെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ചെയ്തു സ്വാതന്ത്ര്യം വരുത്തിയെന്ന് നമുക്ക് ഇന്നലെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്രകാരം പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്ന് ജീവനെ തന്നു. ഇവിടെ പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മൾ എന്ത് ചെയ്തു? കർത്താവ് ഉയർപ്പിച്ചു അല്ലേ? അപ്രകാരം ഉയർപ്പിച്ച് പുതിയ ജീവൻ തന്ന, തന്റെ രക്തത്താല് മുദ്രയിട്ട് അല്ലെങ്കിൽ തന്റെ രക്തത്താല് വിലക്ക് വാങ്ങിയ നമ്മിൽ നിന്ന് കർത്താവ് സ്തുതിയും സ്തോത്രയാഗങ്ങള് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് സങ്കീർത്തനക്കാരന്റെ ആ ഒരു വാക്കിനോടനുബന്ധിച്ചാണ്. ജീവനുള്ള എല്ലാം, ആത്മീകമായിട്ട് ജീവൻ അനുഭവിക്കുന്ന എല്ലാം എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരണം. കർത്താവിന് സ്തുതി സ്തോത്രയാഗങ്ങള് ഇടപെടാതെ അർപ്പിക്കുന്നവരായി തീരണം. നമ്മുടെ കർത്താവ് സ്തുതികളിൽ വസിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ എന്താണ്? മരിച്ചവനാകുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഉണർന്നുകൊള്ളുക, ചാവാറായിട്ടുള്ള ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുക എന്താണ്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ
ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട്, അല്ലെങ്കിൽ ദൈവം നമ്മെ ജീവൻ തന്നിട്ട് ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ജീവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ട് വീണ്ടും അടിമമുഖത്തില് കുടുങ്ങി പോകാൻ തൊക്കെയാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ അപ്രകാരം പാപത്തിന്റെ ആ ഒരു അടിമമുഖത്തില്, അല്ലെങ്കിൽ പാപത്തിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥകള് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയി കഴിഞ്ഞാല് നമ്മൾ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കണം. ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ ആരും നശിച്ചു പോകാൻ തൊക്കണം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും സംസാരിക്കും. ദൈവദാസന്മാരിലൂടെ ആവാം, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ ആവാം, ദർശനങ്ങളിലൂടെ ആവാം, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ പ്രബോധനങ്ങളിലൂടെ ആവാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല പാപത്തിന്, അല്ലെങ്കിൽ സാത്താന്റെ കണിയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്തിനായിട്ട്? നമ്മളോട് കൂടെ വസിക്കാനായിട്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ബോധം വരുത്തി തരാനായിട്ടാണ്. നമ്മുടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ്, നമുക്ക് സുബോധം തരാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളത്. ആ തെറ്റ് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് പിന്നെ അതിൽ നിന്ന് പലരും പിന്മാറിപ്പോയിട്ട്, അല്ലെങ്കിൽ തെറ്റുകൾ വന്നിട്ട് തിരിച്ചു വരാൻ കഴിയാത്തത്? അവര് എന്ത് ചെയ്യുന്നു? ആ ശബ്ദം കേൾക്കാനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നില്ല. തങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ ഹൃദയം കഠിനമാക്കി കളയും. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു, പരിശുദ്ധാത്മാവ് സംസാരിച്ചു, നമ്മളത് വിട്ടു കളഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം സെയിം തെറ്റ് ചെയ്തു, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. നമ്മള് ദൈവത്തിന്റെ മുമ്പാകെ എന്ത് ചെയ്യുന്നില്ല? സമർപ്പിക്കാനായിട്ട്, ആ കർത്താവേ എനിക്ക് അങ്ങനെ ഒരു തെറ്റുപറ്റി എന്ന് പറഞ്ഞ് മാനസാന്തരത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് കഴിയാതിരിക്കുമ്പോൾ, രണ്ടും മൂന്നും പ്രാവശ്യം ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? നമ്മളുടെ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയം എന്ത് ചെയ്തു? കഠിനപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ തുടങ്ങി തീരും. പിന്നെ കഠിനപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാനസാന്തരത്തിലേക്ക് മടങ്ങി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായി. ഒരു വാക്യം എഫേസ്യർ തന്നെ, എഫേസ്യർ 2 അവരുടെ മനസ്സ് തഴപ്പിച്ചു പോയി. സോറി, 4:17 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അവർ എന്ത് ചെയ്യാണ്? അന്ധബുദ്ധികളായിട്ടാണ്. അതായത് ജാതികൾ എങ്ങനെയാണ്? അവർ അന്ധബുദ്ധികളായിട്ട് അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയി. ഹൃദയകാഠിന്യ നിമിത്തം എന്ത് ചെയ്തു? ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയി എന്നാണ് അവിടെ പറയുന്നത്. അപ്രകാരം ഒരു അവസ്ഥയിലേക്ക്, ജീവനില്ലാത്തവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനം തഴപ്പിച്ച അവസ്ഥ തന്നെയാണ്. അതായത് കർത്താവിലേക്ക് തിരിയാനല്ല. മാനസാന്തരത്തിന് ഗുണമില്ലാത്ത, അല്ലെങ്കിൽ മാനസാന്തരത്തിന് ഫലം കഴിക്കാത്ത ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഹൃദയകാഠിന്യ നിമിത്തം മനം തഴപ്പിച്ചു പോകുന്ന ഈ അവസ്ഥ. അല്ലെങ്കിൽ അതായത് ജാതികളുടെ പോലെ തന്നെയാണ് നമ്മളും എന്ത് ചെയ്യുന്നത്? ആയിത്തീരുന്നത്. കർത്താവിലേക്ക് വന്നിട്ട് കർത്താവിന്റെ ആ രക്ഷയുടെ ആ സന്തോഷം അനുഭവിച്ചിട്ട് നമുക്കറിയാം, പിന്മാറി പോയി കഴിഞ്ഞാൽ എന്താണ്? അതെ, അവരുടെ അവസ്ഥ ആദ്യത്തെക്കാളും മോശമായി തീരും എന്നാണ് വചനം പഠിപ്പിക്കുന്നത്, അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ, പോരായ്മകൾ വന്നു കഴിയുമ്പോൾ
നമ്മൾ ഒരിക്കലും നമ്മളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിന്റെ വചനം ദേവദാസന്മാരിലൂടെ ആവട്ടെ പരിശുദ്ധാത്മാവ് നമ്മളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ നിലകളിൽ നമ്മൾ തന്നെ ക്രമപ്പെടുത്തി ജീവിക്കാൻ നടപടിയായിട്ട് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയത്തില്ല. അല്ലേ? നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? രക്ഷിക്കും. അല്ലേ? അപ്പോൾ ഹൃദയം നുറുങ്ങിയ അവസ്ഥയോടുകൂടിയായിരിക്കും നമ്മൾ എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ വരേണ്ടത്. നമ്മൾ അപ്രകാരം വരുന്നില്ലെങ്കിൽ നമ്മുടെ സ്തുതി സ്തോത്രയാകണമെന്നും ദൈവത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നില്ല, സൗരഭ്യവാസനയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് സ്വീകാര്യമായിട്ട് അത് തീരുന്നില്ല. അല്ലേ? അതുകൊണ്ട് ജീവനുള്ള ഒരു അവസ്ഥയിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും വ്യക്തികളോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ഏതെങ്കിലും മേഖലകളിൽ നമ്മളിൽ ആ ജീവൻ വ്യാപരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ ആ ഒരു മരിച്ചൊരവസ്ഥയാണ് കടന്നു വരുന്നെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എന്താ പറയുന്നത് വേണ്ടുന്ന പോലെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ആരോടെങ്കിലും ഒരു തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്തുതിക്കാനും ആരാധിക്കാനും ഒക്കെ ഒരു വരും, മടുപ്പ് വരും. ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു തളർച്ച അല്ലെങ്കിൽ പിന്നാക്കാവസ്ഥ നമുക്ക് കടന്നു വരാനായിട്ട് ഇടയായി. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവമാണ്, നമ്മളുടെ പിതാവാണ്. നമുക്ക് ആ ഒരു അപകർഷതാബോധം ഒന്നും നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. അപ്പൊ നമ്മുടെ സഹോദരന്മാരോടും എന്ത് ചെയ്യണ്ട, ആ ഒരു വിഷമോ അങ്ങനെയൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ആത്മീകമായിട്ട് തളർത്തി കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയിൽ. ഇതൊക്കെ പിശാചിന്റെ ഓരോരോ തന്ത്രങ്ങളാണ്. അല്ലെ? പിശാചിന്റെ തന്ത്രങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയാത്തവരല്ല, അതൊക്കെ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഇത്രയും പറയുന്നു. ജീവനുള്ളതെല്ലാം എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ സ്തുതി സ്തോത്രയാഗങ്ങളെല്ലാം കർത്താവിന് സൗരഭ്യവാസനയുള്ളതായിട്ട് തീരട്ടെ. ഒന്നും ശത്രു എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തി കളയുവാനൊക്കെ ഇടയായി തീരരുത്. ദൈവം എല്ലാ ദൈവമക്കളെയും ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനകൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു.